1910 ഓഗസ്റ്റ് 26 അൽബേനിയയിൽ ആണ് ലോകം മുഴുവനും കരുണയുടെ പ്രതീകമായി കണ്ട കാരുണ്യത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ജനിച്ചത്. സേവനം എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകിയ വ്യക്തിയാണ് മദർ തെരേസ. അവർ തന്റെ ജീവിതം മുഴുവനും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ സമർപ്പിച്ചു. കൽക്കത്തയിലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് അവർ ആശ്വാസമായി. അവർക്ക് ഭക്ഷണം, വസ്ത്രം, അഭയം എന്നിവ നൽകി. മദർ തെരേസയുടെ ജീവിതം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപിച്ചു. അവർ സ്ഥാപിച്ച മിഷണറി ഓഫ് ചാരിറ്റി എന്ന സംഘടന ലോകമെമ്പാടുമുള്ള ദരിദ്രരെ സഹായിക്കുന്ന ഒരു വലിയ ശൃംഖലയായി വളർന്നു. മദർ തെരേസയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ കരുണയായിരുന്നു. അവർ എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടെത്തി. അവരുടെ കണ്ണിൽ എല്ലാവരും തുല്യരായിരുന്നു. അവരുടെ ജീവിതം നമുക്ക് ഒത്തിരി പാഠങ്ങൾ പകർന്നു നൽകുന്നു. അവരുടെ കരുണ, സേവനം, ദൈവസ്നേഹം, ത്യാഗം എന്നിവ നമുക്ക് മാതൃകയാക്കാവുന്നവയാണ്. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ദരിദ്രരോടും രോഗികളോടുമുള്ള അവരുടെ അഗാധമായ കരുണയും അവർ സ്ഥാപിച്ച മിഷണറി ഓഫ് ചാരിറ്റി എന്ന സംഘടനയിലൂടെ നടത്തിയ സേവനങ്ങളുമാണ് ഈ അംഗീകാരത്തിന് കാരണം. 1950 കൽക്കത്തയിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ തുടങ്ങിയ മിഷണറി ഓഫ് ചാരിറ്റി എന്ന സംഘടന ഇന്ന് ലോകമെമ്പാടുമുള്ള ദരിദ്രരെ സഹായിക്കുന്ന ഒരു ശൃംഖലയായി വളർന്നു കഴിഞ്ഞു. മദർ തെരേസ, ഔർ കൽക്കട്ട തുടങ്ങിയ സിനിമകൾ മദർ തെരേസയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ള സിനിമകളാണ്. ജനിച്ചത് അൽബേനിയയിൽ. ഭാരത സർക്കാർ പത്മശ്രീയും ഭാരതരത്നവും നൽകി ആദരിച്ചു. 1997 സെപ്റ്റംബർ 5 തന്റെ 87 വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ദൈവസ്നേഹത്തിന്റെ നിറകുടമായിരുന്നു പ്രിയ മാതാവിനെ നമുക്ക് മാതൃകയാക്കാം.